വെറും ശ്രീ പ്രതിപക്ഷ നേതാവ് തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ തൽക്കാലം അടച്ചിരിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? UDF കൂടട്ടെ, കൂടുമ്പോൾ ആലോചിക്കും എന്നുള്ള ലൈനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പാർട്ടി ശക്തമായി അൻവറിനെ UDF-ൽ സഹകരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി മാത്രമല്ല, ഇവിടുത്തെ ഘടകകക്ഷികളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എല്ലാ ഘടകകക്ഷികളും PV അൻവറെ കൂടി ഉൾക്കൊള്ളേണ്ടതായിരുന്നു. ചില തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ചില തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായി. പ്രതിപക്ഷ നേതാവും അദ്ദേഹവും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ ചില അകപ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ UDF ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ശ്രീ PV അൻവറിനെ അദ്ദേഹത്തെ UDF-ൽ എടുക്കാൻ തീരുമാനിച്ചു, പ്രതിപക്ഷ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അന്ന് ആ അസോസിയേറ്റ് കക്ഷിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും വിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അസോസിയേറ്റ് കക്ഷിയായി പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷ നേതാക്കളെ ചുമതലപ്പെടുത്തിയെങ്കിലും ആ ചുമതലപ്പെടുത്താതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് സ്വാഭാവികമായ ഒരു മനുഷ്യൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ആ പ്രതികരണം പലപ്പോഴും പലർക്കും അത് ദഹിക്കാതെ വന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് സമയത്ത് കാര്യങ്ങൾ അത് നടത്തേണ്ടതായിരുന്നു. അവിടെയാണ് പാളിച്ചുണ്ടായത്.